ഞാൻ ഒരിക്കൽ അപ്പച്ചനോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ അടക്കണമെന്ന്. കാരണം പാർട്ടി അത് അപ്പച്ചനെ ദഹിപ്പിച്ചാലോ എന്നുള്ളൊരു ഭയമുള്ളതുകൊണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് അപ്പച്ചൻ പള്ളിയിൽ അടക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ആരോടെങ്കിലും പറയണം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകാണെന്ന് പറഞ്ഞ് രണ്ടാമത് ഞാൻ ചോദിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു, അപ്പച്ചനെ പള്ളിയിൽ അടക്കണോ, മരണശേഷം നോക്കിയപ്പോൾ പള്ളിയിൽ അടക്കണം എന്ന് രണ്ടാമതും പറഞ്ഞു. എൻ്റെ ഫോണിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഫോൺ മാറ്റി, 2 വർഷം കൂടുതലായിപ്പോൾ. ആ ഫോൺ ചേഞ്ച് ചെയ്തു. അതിലിപ്പോൾ ആ മെസ്സേജ് ഇല്ല. ഞാൻ സാംസങ്ങിൽ വിളിച്ച് അത് റിട്രീവ് ചെയ്യാൻ ചോദിച്ചപ്പോൾ അതിന് പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അപ്പച്ചനെ പള്ളിയിൽ അടക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ആദ്യം എന്ന് പറഞ്ഞാൽ സജിയുടെ കൂടെ ആയിരുന്നു അപ്പച്ചൻ താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്ന. സജിയാണ് കൂടുതലും. ഞാനും പക്ഷേ മിക്കവാറും ഒക്കെ അപ്പച്ചനെ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ സജി ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒപ്പോസ് ചെയ്തായിരുന്നു ആദ്യം. അപ്പോൾ സജി പറഞ്ഞു, പാർട്ടിക്കാർ ചിലപ്പോൾ അലിഗേഷൻ ഉണ്ടാക്കും, പിന്നെ പള്ളിക്കാർ ചിലപ്പോൾ അടക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സജിയുടെ വൈഫിനോട് പറഞ്ഞു. അപ്പം സജിയുടെ വൈഫിനോട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പച്ചൻ അതിനെപ്പറ്റിയൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. സജിയുടെ വൈഫിനെ പിന്നീട് കാണുന്നത്. അപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടിനിയോട് പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചനെ പള്ളിയിൽ അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അച്ഛന്മാരോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം സജിയുടെ വൈഫ് എൻ്റെ ഇളയ ബ്രദർ അബിയുടെ വൈഫിനോട് പറഞ്ഞിട്ട് അവിടെയായിരുന്നു അപ്പച്ചൻ്റെ ആ വീട്ടിലെ പേരിലാണ് ഇടവകയിലെ പേരുള്ളത്. അപ്പം സോജയോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പം ഞാനത് സജിയെ അറിയിച്ചു. അപ്പോൾ സജിയെ അറിയിച്ചപ്പോൾ സജി പറഞ്ഞത്, അങ്ങനെ ഇപ്പം സോജ ചോദിക്കേണ്ട, അങ്ങനെ വേണ്ടി വന്നാൽ എനിക്ക് ബിഷപ്പുമാരോടൊക്കെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ഞാൻ ഈ ആശിഷല്ലേ ഇവിടെ, ആശിഷിൻ്റെ ഇവിടെ കോഫി കുടിക്കാനൊക്കെ വരുമ്പം ബിഷപ്പിനെ കാണാറുണ്ട്, എനിക്ക് നല്ല പരിചയമാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വീണ്ടും ടിനിയോട് അറിയിച്ചു. ടിനി സോജയോട് പറയേണ്ട, സജി നേരിട്ട് ചോദിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സജി പെട്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ ഇതിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒപ്പിടണ്ടെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ആ ഒരു ഇതിൽ രാവിലത്തെ ആ ഒരു ഇതിൽ ഞാനും ആകെ, എനിക്കും അപ്പച്ചനെ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അപ്പച്ചനെ കാണാൻ പറ്റിയില്ല. ഞാനിവിടെ അടുത്തുള്ള ആളാണ്, തൊട്ടടുത്ത് എന്നെ അറിയിച്ചില്ല സത്യം പറഞ്ഞാൽ. എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഗാന്ധിനഗറിൽ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് സജി പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒത്തിരി, കാരണം സജിയുടെ വൈഫും അബിയുടെ വൈഫും എൻ്റെ മറ്റ് കസിൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു, മീഡിയയിലൊക്കെ കണ്ടു. പക്ഷേ എന്നോട് എന്തോ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനപ്പോൾ വീട്ടിലേക്ക് പോയി, ഗാന്ധിനഗറിൽ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടിനി പറഞ്ഞു, വേണമെങ്കിൽ വന്ന് കാണാൻ കുറച്ച് സമയം കൂടെ പുറത്ത് വയ്ക്കുക, ആശയം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അത് മോർച്ചറിയിലോട്ട് മാറ്റി കാണാൻ നോക്കില്ല. അങ്ങനെ എനിക്ക് അപ്പച്ചനെ മരിച്ചിട്ട് കാണാൻ പറ്റിയില്ല. ഞാനപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ഞാൻ അപ്പച്ചനായിട്ട് എപ്പോഴും നല്ലൊരു ഇതിൽ പോയിക്കൊണ്ടിരുന്നു, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാറൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. പിന്നെ പിറ്റേ ദിവസം വന്ന് ആ ബഹളത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഒന്ന് വായിച്ചു നോക്കാണ്ട് ഒപ്പിട്ട് കൊടുത്തു. അത് ഞാൻ തിരിച്ച് അവിടെ കോർട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇതായിട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് പോലും എനിക്ക് ക്ലിയറായിട്ട് വായിച്ചു നോക്കാൻ പറ്റിയില്ല. സുപ്രീം കോടതിയിൽ പോവുകയാണ്, സുപ്രീം കോടതിയിൽ പോവും. ഞങ്ങൾ രണ്ടുപേരും പോവുകയാണ്. അതിൻ്റെ അഫിഡവിറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് തന്നെ ഒപ്പിടും, അത് ചെയ്യും.